ഹേ ഗായ്സ്, ഈ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരുടെ പ്രശ്നമായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കിക്കുന്നത് അതിന് വഴിയായിട്ടാണ് നമുക്ക് നേരെ എത്തിക്കുക. അപ്പോൾ ഗായ്സ്, ഇതിന് നമ്മളൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ആ ആപ്പ് വഴി നമ്മൾ ഈ ഫുട്ബോളിൻ്റെ തന്നെ ഒരു കോപ്പി വേർഷൻ എടുത്ത് വെച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ വർഷത്തിൽ നമുക്ക് വേറെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ മാറ്റാനും പറ്റാനും പറ്റും. നമ്മുടെ മെയിൻ അക്കൗണ്ട് ഒന്നും പറ്റാതെ തന്നെ. ഇതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ അതിനായിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ആപ്പ് വഴിയാണ് നമ്മൾ നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ക്ലോൺ എടുത്ത് വയ്ക്കുന്നത്. ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് മുച്ചി ക്ലോണർ അടിച്ച് കഴിഞ്ഞാൽ ആപ്പ് വരും. ആ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആപ്പ്. ഈ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബാക്കി എന്താ നോക്കാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അടിയിലൊരു പ്ലസ് ഐക്കൺ കണ്ടാവും. ആ പ്ലസ് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓപ്പൺ ഇൻ്റർഫേസ് വരും. ഏത് ആപ്പ് നമ്മൾ ക്ലോൺ എടുക്കണം, നമുക്ക് ഈ ഫുട്ബോൾ ആവശ്യമുള്ളൂ, അത് എടുത്തിട്ട് സ്റ്റാർട്ട് പ്രൊസീജിയർ കൊടുക്കുക. സ്റ്റാർട്ട് പ്രൊസീജിയർ കൊടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി മേക്കിംഗ് ഇച്ചിരി ടൈം എടുക്കും. അത് കഴിയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻ്റർഫേസ് ഓപ്പൺ ആവും. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ക്രോം കൊടുത്ത് നമ്മൾ നേരെ ക്രോമിൽ പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചൊരു സ്കാനിങ് പ്രോസസ്സ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഇൻസ്റ്റാളേഷൻ കൊടുത്ത് കഴിയുമ്പോൾ ഒരു സ്കാനിങ് പ്രോസസ്സ് വരും. ആ സ്കാനിങ് പ്രോസസ്സ് നിങ്ങൾ ഡൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ആവും. ഓൾറെഡി ഇപ്പോൾ ഓപ്പൺ ആവാൻ കഴിയും. സ്കാനിങ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആപ്പ് ഓപ്പണായി. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ആണ്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കണ്ടിട്ടുണ്ട്. ഒരെണ്ണം മെയിൻ അക്കൗണ്ടും ഒരെണ്ണം സെക്കൻഡ് അക്കൗണ്ട് യൂസ് ചെയ്യാനായിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഉള്ളൂ സ്റ്റെപ്പ്. സിമ്പിളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.